വീഡിയോ എഡിറ്റിംഗിന് വേണ്ടി ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഞ്ചാമത്തെ കാര്യം ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ ആണ്. വേറെ മോണിറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നല്ലൊരു IPS പാനലുള്ള ലാപ്ടോപ്പ് തന്നെ വാങ്ങണം. ചില ഗെയിമിംഗ് ലാപ്ടോപ്സിൽ കാണുന്ന TN ഡിസ്പ്ലേസിന്റെ കളർ ആക്യുറസിയും കോൺട്രാസ്റ്റും ഒക്കെ വളരെ മോശമാണ്. പൈസ ഒരുപാടുണ്ടെങ്കിൽ OLED ഡിസ്പ്ലേസ് ഉള്ള ലാപ്ടോപ്സും കൺസിഡർ ചെയ്യാം. നാലാമത്തെ കാര്യം സ്റ്റോറേജ് ആണ്. വീഡിയോ എഡിറ്റിംഗ് സ്മൂത്ത് ആയിട്ട് ചെയ്യണമെങ്കിൽ ഒരു ഹൈ പെർഫോമൻസ് SSD നിർബന്ധമാണ്. നിങ്ങളുടെ ഫുട്ടേജ് സ്റ്റോർ ചെയ്യുന്നത് ഒരു ഹാർഡ് ഡിസ്കിലായാലും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സോഫ്റ്റ്വെയർസും എല്ലാം ഒരു SSDയിൽ തന്നെ ആയിരിക്കണം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം ഗ്രാഫിക്സ് കാർഡ് ആണ്. എഫക്ട്സ് ആഡ് ചെയ്യുന്നതിലും റെൻഡറിംഗിലും ഒക്കെ GPU വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. 4K വീഡിയോയ്ക്ക് ഒരുപാട് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 6GB അബവ് VRAM വരുന്ന GPU ഉള്ളൊരു ലാപ്ടോപ്പ് വാങ്ങുന്നതാണ് നല്ലത്. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ ലാപ്ടോപ്പിലെ RAM ആണ്. 1080p വീഡിയോസ് മാത്രം എഡിറ്റ് ചെയ്യുന്നവർക്ക് 16GB RAM മതിയാവും. ചെറിയ രീതിയിൽ 4K ക്ലിപ്സും എഡിറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ നിങ്ങൾ സ്ഥിരം ഹൈ ബിട്രേറ്റ് 4K ക്ലിപ്സ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വിൻഡോസ് ലാപ്ടോപ്സിൽ മിനിമം 32GB എങ്കിലും RAM വേണമെന്നാണ് എന്റെ റെക്കമെൻഡേഷൻ. കോണ്ടന്റ് ക്രിയേഷൻ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ പ്രോസസ്സറാണ്. വീഡിയോ എഡിറ്റിംഗ് ഒരു വളരെ CPU ഇന്റൻസീവ് പ്രോസസ്സാണ്. റെൻഡറിങ്ങിനും പ്ലേബാക്കിനും എക്സ്പോർട്ടിങ്ങിനും എല്ലാം CPU ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കൂടുതൽ കോർസ് ആൻഡ് ത്രെഡ്സ് ഉള്ള പ്രോസസ്സർ ആണെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് കൂടുതൽ സ്മൂത്ത് ആവും. പ്രോസസ്സറിന്റെ ക്ലോക്ക് സ്പീഡും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. അതുപോലെ തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്സിന് വേണ്ടി നിർമ്മിക്കുന്ന U സീരീസ് ചിപ്സ് 4K എഡിറ്റിംഗിനൊന്നും സ്യൂട്ടബിൾ അല്ല. പവർഫുൾ CPU ഉള്ള ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ അത് പ്രോപ്പർലി കൂൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പ് ഡിസൈൻ ആണെന്നും ഉറപ്പുവരുത്തണം. ആപ്പിൾ ലാപ്ടോപ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ല. ARM ആർക്കിടെക്ചർ ആയതുകൊണ്ട് ചെറിയ പാക്കേജിൽ തന്നെ നല്ല പെർഫോമൻസ് തരാൻ ആപ്പിൾ ലാപ്ടോപ്സിന് കഴിയുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേഷണൽ വീഡിയോസിനായി ഈ പേജ് ഫോളോ ചെയ്യൂ.